എയർ സസ്പെൻഷനുള്ള ബസ്സുകൾ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ലാലേട്ടനെ പോലെ തോള് ചരിച്ച് നിൽക്കുന്നത് കാണാം. അന്നേരം മനസ്സിലാക്കിക്കൊള്ളുക എയർ സസ്പെൻഷൻ്റെ ഹൈറ്റ് കറക്ഷൻ നടത്തി കാലിബ്രേഷൻ ചെയ്യാൻ സമയമായി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് കറക്ഷൻ നടത്തി കാലിബ്രേഷൻ ചെയ്യുന്നതിലൂടെ വണ്ടിയുടെ ടയർ വെയർ കുറയ്ക്കാൻ പറ്റും, ഫ്യൂൽ എഫിഷ്യൻസിക്കകത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, അതേപോലെ വിയർ ആൻഡ് ടയർ മൊത്തത്തിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റിലും മാറ്റം വരും. ഇത് കൂടാതെ തന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് ബെറ്റർ കംഫർട്ടും കിട്ടും, ഒപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളുടെ ബസ് ഒരു ലെവൽ സർഫസിൽ പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്തതിന് ശേഷം ഈ എയർ സസ്പെൻഷൻ്റെ ഏരിയയിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊന്ന് ഫിസിക്കലി ചെക്ക് ചെയ്യുക. ദെൻ വണ്ടിയിൽ സ്കാൻ ടൂൾ കണക്ട് ചെയ്യുക, എറർ കോഡുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം സ്കാൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഓരോ വീൽ എൻഡുകളും റേസ് ചെയ്യുകയും ലോവർ ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമ്മൾ മെഷർ ചെയ്യുക ലെവൽ സർഫസിൽ നിന്ന് ഓരോ വീൽ എൻഡുകളിലും ബോഡിയിലേക്കുള്ള ഹൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാ ഏരിയയും കറക്റ്റ് ചെയ്തതിന് ശേഷം കാലിബ്രേഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു സ്കാൻ ടൂൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ